തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർണായക യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. 10:30 തൃശൂർ കളക്ടറേറ്റിലാണ് യോഗം ചേരുക. മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പൂരം വെടിക്കെട്ടോടെ നടത്തണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാമെന്നാണ് ദേവസ്വത്തിന്റെ നിലപാട്. പൂരത്തിന്റെ ദിവസം രാത്രി വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും മുറ പോലെ നടക്കണമെന്നും ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും പകൽപൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതും അറിയിക്കും. പെസോൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ലൈസൻസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള തീർത്തും നിയമപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. 1000-1500 കിലോ കണ്ടു എന്നുള്ള പറഞ്ഞിട്ടാണ് സീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾക്ക് 6000 കിലോ വരെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉള്ള നിർദ്ദേശം പെസോ തന്നെ നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും എസ്കോർട്ട് കൂടിയിട്ടാണ് ഈ ഫയർ വർക്ക്സ് വരാറ്. അപ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് കളക്ടർ ഇന്ന് പിന്മാറണം. കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വെള്ളിക്കാടും അബ്ദുൾ റഹീം ചേരുകയാണ്. ആദ്യം സച്ചിനിലേക്ക്. സച്ചിൻ, അവിടെ യോഗത്തിന്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അതോടൊപ്പം ഈ മന്ത്രിമാരൊക്കെ കളക്ടറേറ്റിലേക്ക് എത്തിയോ? രുചീഷെ, അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ അതിനിർണായകമായ യോഗം ചേരും. പ്രധാനമായും മന്ത്രിമാരായ കെ രാജൻ, വി എൻ വാസവൻ, ആർ ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശ്ശൂർ ജില്ലാ കളക്ടർ, അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരും, കൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. പ്രധാനമായും പൂരം എങ്ങനെ നടത്തണം എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാവുക. നേരത്തെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദേവസ്വം ഭാരവാഹികളെല്ലാം വെടിക്കെട്ട് അടക്കം നടത്തണമെന്ന ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം 3 വെടിക്കെട്ടാണ് പൂരത്തിൻ്റെ ഭാഗമായി നടക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് സാമ്പിൾ വെടിക്കെട്ട്, അത് നാളെയാണ് നടക്കേണ്ടത്. മറ്റത് പ്രധാന വെടിക്കെട്ടാണ്. പിന്നെ പകൽപൂരത്തിൻ്റെ വെടിക്കെട്ടും, ഇത്തരത്തിൽ 3 വെടിക്കെട്ടും നടത്തണം എന്ന ആവശ്യം ദേവസ്വം ഭാരവാഹികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കൂടുതൽ കർശനമായ കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ ഈ ദേവസ്വം ഭാരവാഹികളെല്ലാം സർക്കാർ നിലപാടിനൊപ്പം നിൽക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് പൂരം വെടിക്കെട്ടോടുകൂടെ നടത്തണമെന്ന ആവശ്യവുമായി അല്പസമയം മുൻപടക്കം തിരുവമ്പാടിയുടെയും അതേപോലെ തന്നെ പാറമേക്കാവിൻ്റെയും ദേവസ്വം ഭാരവാഹികളെല്ലാം രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അതിനിർണായകമായ യോഗം തന്നെയാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ 10:30 ചേരുക. അതിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നു, ദേവസ്വം ഭാരവാഹികൾ പങ്കെടുക്കുന്നു, മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് പങ്കെടുക്കുക. എന്തായാലും വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ ചിലരുടെ മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതിൻ്റെ DNA പരിശോധനകൾ അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദേവസ്വം ഭാരവാഹികളും ഇത്തരം കർശന ഒരു നിലപാടിലേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നതും. കാരണം പൂരം വെടിക്കെട്ടോടുകൂടെ നടത്തണം എന്ന ആവശ്യമെല്ലാം ദേവസ്വം ഭാരവാഹികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലെല്ലാം ചടങ്ങുകൾ മാത്രമായി നടത്താമെന്ന ഒരു നിർദ്ദേശമൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വെടിക്കെട്ടോടുകൂടെ നടത്തണമെന്ന ആവശ്യമാണ് വരുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ആരംഭിക്കും. നിലവിൽ ജില്ലയിലെ മന്ത്രിമാർ, അതായത് ആർ ബിന്ദു, കെ രാജൻ, അതേപോലെ തന്നെ വി എൻ വാസവൻ അടക്കമുള്ളവരെല്ലാം തന്നെ നിലവിൽ യോഗം ചേരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ്, അതായത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും അതേപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളുടെ യോഗവും അവരുടെ ഓഫീസുകളിൽ ചേരുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. രുചീഷ്. ശരി, സച്ചിൻ. അബ്ദുൾ റഹീം കൂടി ചേരുകയാണ്. റഹീം, നമ്മൾ ഈ ദേവസ്വത്തിന്റെ നിലപാടാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരുവമ്പാടി തന്നെ പറഞ്ഞു വെടിക്കെട്ട് നടത്താൻ ഇല്ല എന്ന് അറിയിച്ചു. കാരണം അവരുടെ ഈ ദുരന്തം ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇനി അതിന് ഉള്ള ഒരുക്കം നടത്താനുള്ള സമയവുമില്ല. പക്ഷേ പാറമേക്കാവ് എന്തായാലും ഈ വെടിക്കെട്ട് നടത്തണം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ അത് പറഞ്ഞത് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം എന്നതാണ് അറിയിച്ചതെന്നാണ് ഇപ്പോഴത്തെ നിലപാട് പറയുന്നത്. എന്തായാലും സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ പുതിയ കേസൊക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി കടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടോ? രുചീഷ്, നമുക്കതിലേക്ക് വരാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരള സർക്കാരാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഞാൻ ചർച്ചയ്ക്ക് പോട്ടെ. അതെ, എന്നെ കേരള സർക്കാരാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഞാൻ അതിനെ പൊയ്ക്കോട്ടെ. അല്ല, ചർച്ചയ്ക്ക് പൊയ്ക്കോട്ടെ എന്ന് കേരള സർക്കാരിലെ തീരുമാനം എടുക്കുന്നത്. ഞാൻ ആ ചർച്ചയിലൊന്ന് പങ്കെടുക്കട്ടെ. ഞാൻ പങ്കാളി മാത്രമാണ്, എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. അല്ല, അവിടെ ചർച്ച ചെയ്യട്ടെ എന്ന്. അതൊന്നും
ഈ ചർച്ചയുടെ ടേബിളിൽ വന്നില്ലല്ലോ. ചർച്ചയുടെ ടേബിളിൽ വരട്ടെ, കേരള സർക്കാർ എന്താണ് തീരുമാനിക്കുന്നതെന്ന് കേൾക്കട്ടെ. സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷന് കൂടെ നിൽക്കും. ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിൽക്കാനൊക്കത്തില്ല, അതാരായാലും. ചർച്ചയിൽ എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും, തന്റെ അഭിപ്രായം പറയും. എന്തായാലും സുരേഷ് ഗോപി ചർച്ചയ്ക്ക് പോവുകയാണ്. കേരള സർക്കാരാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ചയിൽ എന്താണ് ഒരു സെൻസിബിളായ തീരുമാനമാണ് സർക്കാർ പറയുന്നതെങ്കിൽ കൂടെ നിൽക്കും. പക്ഷേ ആരുടെയും സ്വാർത്ഥ താല്പര്യത്തിന് കൂടെ നിൽക്കില്ല എന്ന പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തുന്നത്. ഇതുവരെയുള്ള മറ്റു കാര്യങ്ങളോട് ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തുന്നില്ല. അബ്ദുൾ റഹീം ഒരിക്കൽ കൂടി ചേരുകയാണ്. അബ്ദുൾ റഹീം, എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദേവസ്വത്തിന്റെ നിലപാടുകളായിരുന്നു. കാരണം ദേവസ്വം ഏത് രീതിയിലാണ് ഈ തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രതികരണം നടത്തിയത് ആദ്യഘട്ടത്തിലൊക്കെ ഒരു പ്രതികരണം ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു പ്രതികരണമായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ അത് പൂരം ഇനി നടത്തേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം സാമ്പിൾ വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ പോലും പ്രധാന വെടിക്കെട്ടിന് ഇനി 2 ദിവസം മാത്രമാണ് ഉള്ളത്. അതിനുശേഷം പകൽപ്പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് നടത്തേണ്ടതുണ്ട്. അത് ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ പാറമേക്കാവ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷേ അന്തിമ തീരുമാനം എന്തായാലും മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിലായിരിക്കും എടുക്കുക. രുചിഷ്, തീർച്ചയായും. അതായത് ഇന്ന് ചേരുന്ന യോഗം അതിനിർണായകമാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനം വരുന്നു എന്നുള്ളതാണ് ഇവരും കാത്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ ഇരു ദേവസ്വങ്ങളും പാറമേക്കാവും അതോടൊപ്പം തന്നെ തിരുവമ്പാടിയും ഇന്നലെ അവരുടെ യോഗങ്ങൾ ചേർന്നിരുന്നു. അതിൽ തിരുവമ്പാടിയുടെ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും, അതായത് പൂരം നടത്തണം. പൂരം നടത്തുന്നതിൽ അവർ വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പൂരത്തിൻ്റെ എല്ലാ ആചാരങ്ങളും അതിൻ്റെ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെ പൂരം നടത്തണം എന്ന കാര്യമാണ് തിരുവമ്പാടിയുടെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഏതായാലും ഈ 24 വരെ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ 24 വരെ ദുഃഖാചരണം നടത്തും. അതോടൊപ്പം തന്നെ 24 വരെ പറയെടുപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക. മറ്റ് പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ പൂരം അതിൻ്റെ പ്രൗഢഗംഭീരമായി തന്നെ നടത്തുകയും ചെയ്യും. 24, 25 ദിവസങ്ങളിലാണ് ചമയ പ്രദർശനം അടക്കം നടക്കുന്നത്. പക്ഷേ 24-ന് ചമയ പ്രദർശനം ഉണ്ടാകില്ല. അത് 25-ലേക്ക് മാത്രമായി ചുരുക്കും എന്നുള്ളതാണ് തിരുവമ്പാടി അറിയിച്ചിട്ടുള്ളത്. തിരുവമ്പാടി അതോടൊപ്പം തന്നെ വെടിക്കെട്ടുണ്ടാവില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം പാറമേക്കാവിൽ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, പാറമേക്കാവ് പറയുന്നത്, അതായത് പൂരം അതിൻ്റെ എല്ലാ പ്രൗഢഗംഭീരമായ ആഘോഷത്തോടുകൂടി തന്നെ നടക്കണം. അതായത് സാമ്പിൾ വെടിക്കെട്ട് ഒഴികെയുള്ള വെടിക്കെട്ട് ഉൾപ്പെടെ എല്ലാ അതേപോലെ തന്നെ നടത്തണം എന്നുള്ള ആവശ്യമാണ് അവരുടെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പാറമേക്കാവിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജേഷ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഈ പറയുന്നത് പോലെ മുന്നോട്ട് കാര്യങ്ങൾ പോവുക. അവരുടെ യോഗത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. ഏതായാലും ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സർക്കാർ എന്ത് നിലപാടായിരിക്കും ഈ കാര്യത്തിൽ എടുക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. ഏതായാലും പൂരം അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ നടത്തണം എന്നൊരു ആവശ്യമാണ് ഇരു ദേവസ്വങ്ങളും സർക്കാരിന് മുന്നിലേക്ക് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.